എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആപ്പിൾ ക്ലോൺ ആയിട്ടുള്ള F8 എന്നുള്ളൊരു വാച്ചാണ്. ആപ്പിൾ വാച്ചിൻ്റെ തന്നെ പെർഫെക്റ്റ് ലുക്കിലുള്ളൊരു വാച്ചാണിത്. ഇതിൽ 8 മണിക്കൂർ 8 ഡേയ്സ് ചാർജ് നിൽക്കും. അതേപോലെ സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫാണ്. ഇതിൽ നമുക്ക് സ്ലീപ്പ് മോണിറ്റർ, നോർമലായിട്ട് സ്മാർട്ട് വാച്ചിലുള്ളത് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. ഇത് സെൻസറാണ്. സ്ക്രീൻ സൈസ് മാത്രം ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അതുപോലെ സ്ട്രാപ്പ് നമുക്ക് റിമൂവബിൾ ആണ്. ആപ്പിൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിടാം. എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ നമുക്ക് മാറ്റിയിടാം. അത്ര പെട്ടെന്ന് ഡാമേജ് വരില്ല, കാരണം അത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാപ്പും. നമുക്ക് ഇതിൻ്റെ ചാർജർ നോക്കാം. ചാർജർ ഒരു ക്ലിപ്പ് സൈസ് ടൈപ്പാണ്. ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്ന ചാർജറാണ്. പ്രത്യേകിച്ച് അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് എക്സ്റ്റേണൽ ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ചാർജർ തന്നെ. ഇപ്പോൾ ഇത് ഓഫാണ്. നമുക്ക് ചാർജ് ചെയ്ത് ഓണാക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് 4 മണിക്കൂറോളം ചാർജ് ചെയ്യണം എന്നാണ് എഴുതിയിട്ടുള്ളത് യൂസർ മാനുവലിൽ. അതിൽ ഇതിന് യൂസ് ചെയ്യുന്നത് ഒരു ആപ്പാണ്. ഫിറ്റ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള നമ്മുടെ സ്ലീപ്പിംഗ് ഡേയ്സും ഒരു ദിവസം നമ്മൾ എത്ര ഉറങ്ങുന്നുണ്ട്, ഉറക്കത്തിൻ്റെ സ്റ്റേജസ്, അതിൻ്റെ ഡെപ്ത് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കളർഫുൾ ഡിസ്പ്ലേ ആണ്. ആപ്പിൾ വാച്ചിൻ്റെ അതേപോലെ അതിൻ്റെ പെർഫെക്റ്റ് സൈസ് അല്ല, സൈസ് വ്യത്യാസമുണ്ട് കുറച്ച്. നോക്കാം. ഇത് ലോക്ക് സ്ക്രീനിൻ്റെ ലുക്കാണ്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ടൈം കാണിക്കും. അതിന് താഴെ നമുക്ക് കൊടുത്തിരിക്കുന്നത് വേർഷനാണ്. F8 ആണ് മോഡൽ. വേർഷൻ 9 ആണ്. പിന്നെ നോർമലായിട്ടുള്ളതുപോലെ തന്നെ ടച്ചാണ്, പെർഫെക്റ്റ് ടച്ചാണ്. അധികം വേറെ ബട്ടണൊന്നുമില്ല ഓൺ ആക്കാനും ഓഫ് ആക്കാനും. ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ, ഔട്ട്ഡോർ സൈക്ലിംഗ്, റണ്ണിങ് എല്ലാം ഉണ്ട്. എല്ലാം സെയിം ഫീച്ചേഴ്സാണ്. ഇതാണ് ലോക്ക് സ്ക്രീൻ. ഫങ്ഷൻസ് ഒന്ന് നോക്കിയേക്കാം എന്തൊക്കെയാണ്. മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ അത് പോകും. ലോക്ക് സ്ക്രീൻ ക്ലോക്ക് വരും. 3 തരത്തിലുള്ള ക്ലോക്ക് ഉണ്ട്. ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നി നമുക്ക് യൂസ് ചെയ്യാം. കളർഫുൾ ലുക്കാണ്, കളർഫുൾ ഡിസ്പ്ലേ ആണ്. ടച്ചും ലാഗും ഹാർട്ട് റേറ്റ് മോണിറ്ററും കുറച്ച് 99% ഇതാണെന്നാണ് പറയണം. കറക്റ്റ് ആണെന്നാണ് പറയണത്, അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഔട്ട്ഡോർ റണ്ണിങ്, ഔട്ട്ഡോർ സൈക്ലിംഗ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ലോക്ക് സ്ക്രീൻ, അത് കഴിഞ്ഞിട്ട് ടൈം, പിന്നെ ലോക്ക് സ്ക്രീൻ, പിന്നെ ഇങ്ങനെ നമ്മുടെ ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റോപ്പ് വാച്ച്, പിന്നെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് നോർമൽ ബ്രൈറ്റ്നസ് തന്നെ ഓക്കെ ആണ്. അധികം യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. നല്ലൊരു വെളിച്ചത്തിലൊക്കെ നമുക്കിനി ഇതിൻ്റെ ഹാർട്ട് റേറ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഹാർട്ട് റേറ്റ് പെർഫെക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. 99% ഓക്കെ ആണ് എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ 90% ടൈറ്റ് ആയിരിക്കും പറയണത്. ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ വൈഡ് ബാൻഡ് വെച്ച് എടുത്തപ്പോൾ യൂസ് ചെയ്ത പോലെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. നമ്മൾ ആപ്പ് മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ മോണിറ്റർ ചെയ്യപ്പെടും. ഓരോ ദിവസത്തെ നമ്മൾ ഇപ്പോഴൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഇത് ടോട്ടൽ ആപ്പാണ് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആപ്പ്. ഇത് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് കാര്യങ്ങളൊക്കെയാണ്. സ്ലീപ്പിംഗ് അവേഴ്സ് കാണിക്കുന്നത്. ഡീപ്പ് സ്ലീപ്പും നോർമൽ സ്ലീപ്പും അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് രാത്രി ഞാൻ നൈറ്റ് സ്ലീപ്പിംഗ് അവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ്. സ്ക്രീൻ സൈസാണ്. ആ ഡയലിൻ്റെ അത്ര ഫുൾ സ്ക്രീൻ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചെറിയ ഡിഫിക്കൽട്ടി മാത്രമേ. പെർഫെക്റ്റ് ലുക്കാണ്, ഓക്കെയാണ് മൊത്തത്തിൽ ഇത് വരുന്നത്. നമുക്ക് അടിപൊളി സ്ട്രാപ്പ്. ഇത് പല സ്ട്രാപ്പ് യൂസ് കിട്ടുന്നതിൻ്റെ ആപ്പിൾ വാച്ചുകളുടെ പോലെ തന്നെയാണ് സ്ട്രാപ്പ്. ഇങ്ങനെയാണ് സ്ട്രാപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇത് കിട്ടുമ്പോൾ വരുന്നത്. സ്മാർട്ട് വാച്ചസൊക്കെ മാക്സിമം ടൈറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് സെൻസർ ലുക്ക് തരുന്നുണ്ട്. സെൻസറിൽ ഹാർട്ട് റേറ്റും ബ്ലഡ് ഓക്സിജനും പ്രൈസ് റേഞ്ചിൽ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ വാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടച്ച് ഫങ്ഷൻസിലൊന്നുണ്ട്, പക്ഷേ ഓൺ ആക്കാൻ എക്സ്ട്രാ സൈസ് ഒന്നുമില്ല. ബട്ടൺസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല പ്രസൻ്റ്ലി. നല്ലൊരു ടച്ചിങ് എക്സ്പീരിയൻസ് ഇതിൽ തരുന്നുണ്ട്. സ്മാർട്ട് വാച്ചിൽ സ്മൂത്ത് ടച്ച് അവൈലബിലിറ്റി കുറവാണ്. കൂടുതലായിട്ട് ഉപയോഗിച്ച് രീതിയിൽ ഇതിൽ ബെറ്ററായിട്ട് നല്ലൊരു പെർഫോമൻസിന് ഈ
സ്മാർട്ട് വാച്ച് നമുക്ക് തരുന്നുണ്ട്. എല്ലാവരും ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്മൂത്ത് ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.